പായസമില്ലാതെ എന്തോണാഘോഷം. ഈ ഓണത്തിന് നമ്മളൊരു സ്പെഷ്യൽ പായസം കുടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എത്തിച്ചേർന്നത് VP ജയരാജന്റെ വീട്ടിലാണ്. അപ്പോൾ ജയരാജന്റെ ഭാര്യ നമ്മളോട് ഇന്ദ്രേച്ച് പറഞ്ഞിരിക്കുന്നത് നല്ല പായസം ഉണ്ടാക്കി തരാമെന്നാണ്. നമുക്ക് നോക്കാം കേട്ടാ. പായസം ഉടമ്പലെത്തി. ഓണസദ്യയിലെ പ്രധാന ഒരു ഇനമാണ് പായസം. ഒന്നിൽ കൂടുതൽ പായസം ഉണ്ടാവും. ഏതായാലും നിങ്ങൾ വരുന്നു, നിങ്ങളുണ്ട് ഈ ഓണ ആഘോഷത്തിൽ എന്ന് കണക്കാക്കി ഇന്നലെ ഒരു സ്പെഷ്യൽ പായസം തയ്യാറാക്കി. തീർച്ചയായും എന്താണെന്ന് നോക്കി പറയാമോ? അരിയാണോ ഇത്? അല്ല, ഗോതമ്പാണ്. ജയരാജന് ഏറ്റവും ഇഷ്ടപ്പെട്ട പായസം ഏതായിരുന്നു? പരിപ്പ് പ്രധാനം ആണ്. ചെറുപയർ. ചെറുപയര്. പരിപ്പിന്റെ ആ പരിപ്പല്ല, ചെറുപയർ വരും. പരിപ്പ് എന്ന് പറയുമ്പോൾ ആളുകൾ മറ്റേ നമ്മുടെ കരുപ്പരിപ്പ് ആലോചിക്കും. അതല്ല കൊണ്ട് പ്രഥമൻ ഉണ്ടാക്കുന്നില്ല. ഈ പായസം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വലിയ ഇഷ്ടം. അത് ചെറുപ്പം മുതലേ നല്ലവണ്ണം പായസം, ചെറുപയർ പായസം. അത് ഞങ്ങൾ വീട്ടിൽ എല്ലാവർക്കും പൊതുവെ ചെറുപയർ പായസത്തോടാണ് ഇഷ്ടം. പിന്നെ അമ്പലപ്പായസമുണ്ട്, അരിപ്പായസം. പിന്നെ ഗോതമ്പൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള പായസങ്ങളുടെ ഇനങ്ങളിലാണ്. അമ്പലപ്പായസവും ചെറുപയർ പായസവും പ്രധാന 2 പായസങ്ങൾ. പിന്നെ പാൽപ്പായസമുണ്ട്. പാൽപ്പായസം ഈ അമ്പലപ്പായസത്തിൻ്റെ മറ്റു വകഭേദം. പായസം ഇപ്പൊ റെഡിയായി. ഇനി അന്ന് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. ഇതിനിടെ ഈ പല സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ടോ? പായസം നോക്കാറുണ്ട്. അമ്പലപ്പുഴ പായസം എനിക്ക് അത് ഭയങ്കര മാഹാത്മ്യം പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെറുപയർ പായസത്തോടൊപ്പം എത്തില്ല. ഇല്ല. ഗോതമ്പ് പായസം തിരക്കണില്ല. കാരണം ഇപ്പം ഈ കാലത്ത് ഈ പിന്നെ ഷുഗർ കംപ്ലൈൻറ്റ്സ് കൂടി വന്നതുകൊണ്ട് അരി ഒഴിവാക്കിയിട്ട് അതിന് അത്രമാത്രം അരിയുടെ ദോഷം ഉണ്ടാകാത്ത ഒരു വിഭവം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഗോതമ്പ് പായസം. ഇപ്പോൾ ചപ്പാത്തിയൊക്കെയാണ് കഴിക്കലെങ്കിൽ ഇപ്പോൾ പായസത്തിൽ അവർ ഗോതമ്പ് പായസം അയക്കുന്നത്. പായസം ഉണ്ടാക്കാൻ ഇത്തിരി സമയം പോലുണ്ടോ? പായസം ഉണ്ടാക്കാൻ ഇത്ര സമയം പോരാ. ഒരുപാട് സമയമായില്ല. അത് കരിഞ്ഞു പോകുന്നതുകൊണ്ട് ഞാൻ പിന്നീട് വെച്ചു. പക്ഷെ ഈ ഗോതമ്പ് കുത്തിയിട്ടാണ് കേട്ടോ. കുത്തിയ ഗോതമ്പാണ്. സാധാ വാങ്ങിയ ഗോതമ്പ് അതേപടിയല്ല. ഇതെല്ലാം കൂടി ആ കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ ഒരുപാട് സമയം പിടിക്കുന്നത്. ഇഷ്ടപ്പെട്ട പായസം ഇഷ്ടപ്പെട്ട സെയിം അച്ഛന്റെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഞാനിക്കും ഈ പരിപ്പ് പ്രഥമൻ, ചെറുപയർ പരിപ്പ് പ്രഥമനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. പിന്നെ സേമിയ ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. പായസം റെഡി, കഴിക്കാൻ റെഡി. ചേച്ചിയുടെ കൈപ്പുണ്യം എങ്ങനെയുണ്ട്? ഇന്ദിരേച്ചിയുടെ കൈപ്പുണ്യം ഭയങ്കര കൈപ്പുണ്യമാണ്. സത്യമാണ്, ഭയങ്കര കൈപ്പുണ്യം. അതെനിക്ക് ജേസന് മാത്രമേ അറിയൂ. അപ്പോ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒന്നാം നമ്പർ നല്ല പായസം, നല്ല പ്രിപ്പറേഷൻ, കൃത്യമായ മധുരം, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ എല്ലാം കൂടി ചേർന്ന് വന്നപ്പോൾ അതി രുചികരമായി. അപ്പൊ നമ്മൾ ജയരാജേട്ടന്റെ വീട്ടിൽ ഈ ഓണത്തിന് വന്നു. ഇന്ദിരേച്ചി പായസം ഉണ്ടാക്കി തന്നു. ആ പായസം കഴിച്ചു. വളരെ നല്ല പായസം, മനസ്സ് നിറഞ്ഞു. ഇന്ദിരേച്ചിക്ക് സ്പെഷ്യൽ താങ്ക്സ്. ജയരാട്ടാ, വളരെ സന്തോഷം. ഈ ഓണദിനത്തിൽ നമുക്കൊപ്പം ഈ പായസമൊക്കെ ഉണ്ടാക്കി തന്ന് കഴിക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ഞാൻ മംഗളം ആശംസിക്കുന്നു.